നിശബ്ദമായി മരിക്കുന്ന സ്ത്രീകൾ. ഇതൊരു കൊലപാതകത്തിന്റെ കഥയല്ല. ഇത് കൊലപാതകങ്ങൾ ആരും ശ്രദ്ധിക്കാതെ നടന്ന കഥയാണ്. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ കർണാടകയിലെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപാട് സ്ത്രീകൾ ഒന്നിനു പിന്നാലെ നിശബ്ദമായി മരിക്കാൻ തുടങ്ങി. ആരവങ്ങളില്ല, വാർത്തകളില്ല, ആരും സംശയിച്ചില്ല. പോലീസ് സ്റ്റേഷനുകളിൽ ഈ മരണങ്ങൾ ഓരോ ഫയലുകളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു കേസിൽ എഴുതിയിരുന്നത് തലവേദന പെട്ടെന്നുള്ള മരണം. മറ്റൊരിടത്ത് ക്ഷേത്ര ദർശനത്തിനിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഒരു സ്ത്രീ മരിച്ചു. വേറൊരു ഫയലിൽ യാത്രക്കിടെ കുഴഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു. ഒരേ സമയമല്ല, ഒരേ സ്ഥലത്തല്ല. അതുകൊണ്ടുതന്നെ ആരും ഇതിനെ കൊലപാതക പരമ്പരയായി കണ്ടില്ല. ഈ സ്ത്രീകൾ ആരായിരുന്നു? അവരിൽ പലരും വിധവകളായിരുന്നു. ചിലർ വിവാഹമോചിതർ, ചിലർ വിവാഹമെന്ന സ്വപ്നം ഇനിയും ഉപേക്ഷിക്കാത്തവർ. ജീവിതം അവരെ ഒറ്റയ്ക്കാക്കിയിരുന്നു. സഹായം തേടാൻ ആരുമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പരിചിത മുഖം കണ്ടാൽ അത് പ്രതീക്ഷയാകും. അവർ പ്രതീക്ഷിച്ചു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ തെറ്റ്. ഒരു ക്ഷേത്ര പരിസരം, പ്രഭാത സമയം, മന്ദമായ തിരക്ക്. അവിടെ ഒരാൾ, വളരെ സാധാരണക്കാരൻ, നല്ല സംസാരം, ശാന്തമായ മുഖം, കേൾക്കാൻ തയ്യാറുള്ള ഒരാൾ. ജീവിതം വീണ്ടും തുടങ്ങണം എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ശ്രദ്ധയോടെ കേട്ടു. അവർ കരുതി ഇവൻ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അവൻ പറഞ്ഞു, ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്, എന്നാൽ എല്ലാം ശരിയാകും. ആ വാക്കുകൾ അവർക്ക് ആശ്വാസമായിരുന്നു. അവർ ഒന്നിച്ച് യാത്രകൾ തുടങ്ങി. ക്ഷേത്രങ്ങളിലേക്ക്, ദൂരസ്ഥലങ്ങളിലേക്ക്. ഒരിടത്ത് അവൾക്ക് ചെറിയ തലവേദന. അവൻ പറഞ്ഞു, പ്രസാദം കഴിച്ചോളൂ, ഇപ്പോൾ മാറും. അവളുടെ കയ്യിൽ അവൻ ഒരു ചെറിയ ഗുളിക കൊടുത്തു. അവൾ സംശയിച്ചില്ല. കാരണം അത് നൽകിയ കൈ വിശ്വാസത്തിൻ്റെതായിരുന്നു. അല്പനിമിഷങ്ങൾ. ശ്വാസം മന്ദമാകുന്നു, കണ്ണുകൾ അടയുന്നു. ആരും ഒച്ചവെച്ചില്ല, ആരും രക്ഷിക്കാനെത്തിയില്ല. അവൾ മരിച്ചു. പിന്നീട് ഇതൊരു സ്വാഭാവിക മരണമായി ഫയൽ ക്ലോസ് ചെയ്തു. ഇതുപോലെ ഒരാളല്ല, ഒരാൾക്ക് ശേഷം മറ്റൊരാൾ. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഒരു ചോദ്യം പോലും ഉയർന്നില്ല. കാരണം ഇവിടെ രക്തമില്ല, വെടിവെപ്പില്ല, കത്തിയില്ല, വിഷം പോലും ആരും കണ്ടില്ല. എന്നാൽ ഈ മരണങ്ങളിൽ ഒരു സാമ്യമുണ്ടായിരുന്നു. ആ സാമ്യം ആർക്കും അന്ന് കാണാനായില്ല, പോലീസിന് പോലും. കാരണം കൊലയാളി ഒരിക്കലും കൊലയാളിയെപ്പോലെ തോന്നിയില്ല. അപ്പോഴും അവൻ അടുത്ത ഇരയെ തേടിക്കൊണ്ടിരുന്നു. അവൾ മരിച്ച ദിവസം ആരും സംശയിച്ചില്ല. കാരണം അവൾ മരിച്ചത് ഒരു ആശുപത്രിയിലല്ല, സാധാരണ കൊലപാതകങ്ങൾ നടക്കുന്ന പോലെയല്ല, ഒരു ക്ഷേത്ര പരിസരത്തിലാണ്. ദൈവത്തിന്റെ മുന്നിൽ മരിച്ച ഒരാളെ ആർക്കാണ് കൊലപാതകമായി സംശയിക്കാനാവുക? ആ സ്ത്രീയുടെ ബന്ധുക്കൾ വിശ്വസിച്ചു. ദൈവത്തിന്റെ ഇച്ഛ, ഹൃദയാഘാതം. ആ വാക്കുകൾ വേദനയ്ക്ക് മേൽ ഒരു മൂടുപടം പോലെ വീണു. ഫയൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഇതൊരൊറ്റ സംഭവമല്ല. വേറൊരു പട്ടണത്തിൽ മറ്റൊരു സ്ത്രീ. അവിടെയും ക്ഷേത്രങ്ങളും യാത്രകളും, പരിചിതമായ മുഖവും. അവിടെയും തലവേദന. അവിടെയും അവന്റെ വാക്കുകൾ, ഒന്നുമില്ല, ഇത് പ്രസാദമാണ്. പ്രസാദം. ആ വാക്കിന് ഇന്ത്യയിൽ അത്രത്തോളം വിശ്വാസമുണ്ട്. ആരും ചോദ്യം ചെയ്യില്ല, ആരും പരിശോധിക്കില്ല. ദൈവത്തിന്റെ പേരിൽ കൊടുത്തതിനെ ആർക്കാണ് സംശയിക്കാൻ സാധിക്കുക? ഗുളിക വളരെ ചെറുതായിരുന്നു, വെള്ളനിറം, മരുന്നിനെ പോലെ. അവൾ അതെടുത്തു. ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ സമയം അവൾക്ക് കൊടുത്തില്ല. അല്പനിമിഷങ്ങൾക്കകം ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ശ്വാസം പതുക്കെ മുറിഞ്ഞു. കണ്ണുകൾ നിശ്ചലമായി. അവൾ അവിടെ തന്നെ മരിച്ചു വീണു. ആ സമയത്ത് അവൻ എന്തു ചെയ്തെന്നു? അവൻ ഒച്ചയുണ്ടാക്കിയില്ല, അലറി വിളിച്ചില്ല. പകരം ചുറ്റും നോക്കി. ആർക്കും സംശയം തോന്നാത്ത വിധം ശാന്തമായി. പിന്നീട് അവളുടെ കഴുത്തിലെ സ്വർണമാലയും വളകളും എല്ലാം നിശബ്ദമായി അവൻ ഊരിയെടുത്തു. മരണം അവന് ഒരു ആഘാതമായിരുന്നില്ല, അത് ഒരു പ്രക്രിയയായിരുന്നു. ഒരേ രീതിയിൽ, ഒരേ സമയക്രമത്തിൽ, ഇതുപോലെ പലയിടങ്ങളിൽ പല സ്ത്രീകൾ. ഒരാൾക്കും മറ്റൊരാളെ അറിയില്ല, എന്നാൽ അവസാനം ഒരേപോലെ.
പോലീസ് സ്റ്റേഷനുകളിൽ ഈ മരണങ്ങൾ അൺനാച്ചുറൽ ഡെത്ത് എന്ന തലക്കെട്ടിൽ ഫയലുകളായി കിടന്നു. പോസ്റ്റ്മോർട്ടമില്ല, വിഷപരിശോധനയില്ല. കാരണം ആർക്കും കൊലപാതകം ഓർമ്മ വന്നില്ല. എങ്കിലും ഒരു ചെറിയ സംശയം എവിടെയോ മുളപൊട്ടി. ഒരു ഡോക്ടർ അവൻ പറഞ്ഞു, ഇത് ഹൃദയാഘാതം പോലെയല്ല, മരണം വളരെ വേഗത്തിലാണ്. ആ വാക്ക് പോലീസ് ഫയലിൽ ഒരു കുറിപ്പായി മാത്രം അന്ന് രേഖപ്പെടുത്തി. അവൻ ഇതെല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്ഥലം മാറ്റി, പട്ടണം മാറ്റി, മുഖങ്ങൾ മാറ്റി. എന്നാൽ രീതി മാറ്റിയില്ല. അവൻ ഉറപ്പിച്ചു, ആരും എന്നെ പിടിക്കില്ല. കാരണം ഇവിടെ രക്തമില്ല, വേദനയുടെ ശബ്ദമില്ല, വിശ്വാസം മാത്രമാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. എന്നാൽ ഓരോ കൊലയാളിയും ഒരു തെറ്റ് ചെയ്യും. അവന്റെ തെറ്റ് ഇനിയും സംഭവിക്കാനുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഫയൽ വീണ്ടും തുറക്കപ്പെട്ടു. കാരണം മരണകാരണം എഴുതാൻ ഒരു ഡോക്ടർ വിസമ്മതിച്ചു. അതൊരു പുതിയ മരണമായിരുന്നു. വേറൊരു ജില്ല, വേറൊരു സ്ത്രീ. എന്നാൽ മരണത്തിന്റെ രീതി അതേപോലെ. ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് നിശബ്ദനായി നിന്നു. ഡോക്ടർ പറഞ്ഞു, ഇത് ഹൃദയാഘാതമാണെന്ന് പറയാൻ പറ്റില്ല. മരണം വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. ആ വാക്കുകൾ ഒരു പോലീസുകാരന്റെ മനസ്സിൽ സംശയം ഉടലെടുത്തു. അവൻ പഴയ ഫയലുകൾ എടുത്ത് പരിശോധിച്ചു. 3 ഫയലുകൾ. പേരുകൾ വ്യത്യസ്തം, സ്ഥലങ്ങൾ വ്യത്യസ്തം. എന്നാൽ ഒരു കാര്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു: യാത്ര, ക്ഷേത്രം, ഒരു പരിചിതൻ, പെട്ടെന്നുള്ള മരണം. ഇതുവരെ ആരും ഈ സാമ്യം ഗൗരവമായി എടുത്തിരുന്നില്ല. കാരണം ഈ സ്ത്രീകൾ പരസ്പരം അറിയാത്തവർ ആയിരുന്നു. ഒരേ കുടുംബമല്ല, ഒരേ പ്രദേശമല്ല. അപ്പോൾ എങ്ങനെ ഇത് ഒരേ കൊലയാളിയാകും? എങ്കിലും ഒരു ചോദ്യം പോലീസിന്റെ മനസ്സിൽ ഉയർന്നു: ഇത്രയധികം സ്ത്രീകൾ ഒരേപോലെ എങ്ങനെ മരിക്കുന്നു? ഫയലുകൾ മേശപ്പുറത്ത് നിരന്നു. ചുവന്ന പേന കൊണ്ട് അടയാളങ്ങൾ രേഖപ്പെടുത്തി. വട്ടം വരച്ച ചില വാക്കുകൾ: തലവേദന, അസ്വസ്ഥത, ക്ഷേത്രദർശനം, യാത്ര. പോലീസ് ആദ്യമായി ആ വാക്ക് ഉപയോഗിച്ചു: പാറ്റേൺ. എന്നാൽ പാറ്റേൺ ഉണ്ടെങ്കിലും ഒരു മുഖമില്ല, ഒരു പേരില്ല. ആരാണ് ഈ സ്ത്രീകളെ യാത്രയ്ക്ക് കൂട്ടിയത്? ആരാണ് അവസാന നിമിഷങ്ങളിൽ അവരോടൊപ്പം ഉണ്ടായത്? മിക്ക കേസുകളിലും ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു പരിചിതൻ. പേര് ഓർമ്മയില്ല, വിലാസമില്ല. അവൻ വന്നതും പോയതും പെട്ടെന്നായിരുന്നു. പോലീസ് ആദ്യം കരുതി ഇതൊരു പക്ഷേ യാദൃച്ഛികമാകും. എന്നാൽ യാദൃച്ഛികത ഇത്ര കൃത്രിമായിരിക്കുമോ? അതേസമയം അവൻ ഇതെല്ലാം അറിയാതെ നടന്നുകൊണ്ടിരുന്നു. അല്ല, അറിയാമായിരുന്നു. അവൻ വാർത്തകൾ വായിച്ചു, സംശയങ്ങൾ കേട്ടു. എന്നാൽ അവൻ ചിരിച്ചു. കാരണം ഇതുവരെ പോലീസിന് അവന്റെ പേര് പോലും അറിയില്ല. ഒരു പോലീസുകാരൻ പറഞ്ഞു, ഇത് സാധാരണ കേസല്ല. ഇവിടെ ഒരാൾ പലപ്പോഴും കൊല ചെയ്യുന്നു. ആ വാക്ക് ആദ്യമായി ഒഫീഷ്യൽ ഫയലിൽ രേഖപ്പെടുത്തി. അതൊരു വലിയ തീരുമാനമായിരുന്നു. കാരണം അത് സമ്മതിക്കുന്നത് ഒരു കാര്യമാണ്: ഇവിടെ ഒരു സീരിയൽ കൊലയാളി ഉണ്ട്. എന്നാൽ അവൻ ആരാണ്? എവിടെയാണ്? അടുത്ത ഇര ആരായിരിക്കും? പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: ഇത് അവസാനിച്ചിട്ടില്ല. അവൻ ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഒരു കൊലപാതകം എണ്ണങ്ങളായി മാറുമ്പോൾ അതിന്റെ പിന്നിലെ മനുഷ്യരെ നമ്മൾ മറക്കും. പോലീസ് ഫയലുകളിൽ അവർ വിക്ടിം നമ്പർ 1, വിക്ടിം നമ്പർ 2 എന്നിങ്ങനെ രേഖപ്പെടുത്തും. എന്നാൽ അവർ ആദ്യം മനുഷ്യരായിരുന്നു. ഒരാൾ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. ജീവിതം അവിടെ തീർന്നില്ല. പക്ഷെ സന്തോഷിക്കാൻ ഒന്നും തന്നെയില്ല. കുടുംബം പറഞ്ഞു, ഇനി ഒറ്റയ്ക്ക് ജീവിക്കേണ്ട. അവൾ അവനെ വിശ്വസിക്കാൻ ശ്രമിച്ചു. മറ്റൊരാൾ, വിവാഹമോചനം കഴിഞ്ഞ ഒരാൾ. സമൂഹത്തിന്റെ നോട്ടങ്ങൾ, ചോദ്യങ്ങൾ. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അവൾ ഒരു പുതിയ തുടക്കം സ്വപ്നം കണ്ടു. ഇവർക്കെല്ലാം ഒരു സാമ്യമുണ്ട്: ഒറ്റപ്പെടലിന്റെ നിശബ്ദ വേദന. അങ്ങനെയിരിക്കെയാണ് അവൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്.
അവൻ വാക്കുകൾ വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുത്ത് മാത്രം അവരോട് സംസാരിച്ചു. നിങ്ങൾക്ക് ഒരു ജീവിതം അർഹതയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ വാക്കുകൾ അവർ കേൾക്കാൻ ആഗ്രഹിച്ചതായിരുന്നു. അവൻ അവരെ പതുക്കെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചു. വിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന് അവൻ അറിയാമായിരുന്നു. അത് പതുക്കെ വളരും. യാത്രയുടെ ആലോചന അവനാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിലേക്ക് പോയാൽ മനസ്സ് ശാന്തമാകും. അവർ സമ്മതിച്ചു. കാരണം അവൻ ഒരു രക്ഷകനെ പോലെ തോന്നി. അവരുടെ അവസാന യാത്രകൾ അങ്ങനെയാണ് ആരംഭിച്ചത്. ഒരാൾ വീട്ടിൽ പറഞ്ഞിരുന്നു, ഞാൻ നല്ല ഒരാളെ കണ്ടു. മറ്റേയാൾ പറഞ്ഞു, ഇനി എന്റെ ജീവിതം മാറും. പോലീസിന് ഈ വാക്കുകൾ പിന്നീടാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും വൈകിയിരുന്നു. ഓരോ ഇരയും അവനെ വിശ്വസിച്ചു. ഒരാൾ പോലും ഭയപ്പെട്ടില്ല. കാരണം അവൻ ഒരു കൊലയാളിയെ പോലെ ഒരിക്കലും തോന്നിയില്ല. ഈ കേസിൽ ഏറ്റവും ഭയാനകമായത് അതായിരുന്നു. ഇരകൾ കൊലയാളിയെ തിരഞ്ഞെടുത്തില്ല. കൊലയാളി ഇരകളെ തിരഞ്ഞെടുത്തു. പോലീസ് ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അവൻ ആരെ വേണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അവർക്കാണ് അവസാനം വിശ്വാസവും മരണവും ഒരുമിച്ച് വന്നത്. ഇനി പോലീസിന് ഒരു പടി കൂടി മുന്നോട്ട് പോകണം. കാരണം കഥ ഇനി അവരുടെ ജീവിതങ്ങളിൽ നിന്ന് മാറി കൊലയാളിയിലേക്കാണ്. ഇനി ചോദ്യം ഒന്നു മാത്രം, അവൻ എവിടെയാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ അന്തരീക്ഷം സംജാതമായി. ചിരിയും സാധാരണ സംസാരവും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. മേശപ്പുറത്ത് ഫയലുകൾ നിരന്നു. ചുമരുകളിലെ മാപ്പുകളിൽ ചുവന്ന മാർക്കുകൾ. ഓരോ മാർക്കും ഓരോ മരണം, ഓരോ മരണവും ഓരോ ചോദ്യവും. പോലീസ് ആദ്യം ചെയ്തത് എല്ലാ കേസുകളും ഒരേ മേശയിൽ വെച്ച് നോക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകൾ, മഞ്ഞ നിറം പിടിച്ച പേപ്പറുകൾ, അന്ന് ആരും ശ്രദ്ധിക്കാതിരുന്ന വിവരങ്ങൾ ഇപ്പോൾ വിലപ്പെട്ടതായി. ഒരു ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു. ഒരാൾ ഒറ്റയ്ക്ക് ഇതെല്ലാം എങ്ങനെ ചെയ്തു? അന്വേഷണം ആ സ്ത്രീകളുടെ അവസാന ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു. അവസാനമായി ആരെ കണ്ടു? ആരോടൊപ്പം പോയി? മിക്ക ഉത്തരങ്ങളും ഒരേപോലെ, ഒരു പുരുഷൻ. പക്ഷേ ആ പേര് ആർക്കും പൂർണ്ണമായി ഓർമ്മയില്ല. കാരണം അവൻ ഒരു ദിവസം മാത്രമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. പോലീസ് അവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചു. ലാൻഡ് ലൈൻ നമ്പറുകൾ, പഴയ ഡയറിയിലെ കുറിപ്പുകൾ. ചില നമ്പറുകൾ ഒരുപാട് കേസുകളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. എന്നാൽ അവിടെയും ഒരു പ്രശ്നം. ആ നമ്പറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സിമ്മ് മാറ്റി, ഫോൺ മാറ്റി അവൻ അവനിലേക്കുള്ള തെളിവുകൾ മായ്ച്ചിരുന്നു. ഒരു ഓഫീസർ പറഞ്ഞു, ഇവൻ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ്. പോലീസിനി ഒരു കാര്യം മനസ്സിലാക്കി. ഇത് ഒരു പെട്ടെന്നുള്ള കുറ്റകൃത്യമല്ല. ഇത് വളരെ ആസൂത്രിതമായ വേട്ടയാണ്. അവൻ സ്ഥലം തിരഞ്ഞെടുത്ത്, ഇരയെ തിരഞ്ഞെടുത്ത്, സമയം തിരഞ്ഞെടുത്ത്, പിന്നെ കൃത്യം നടത്തി പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. അന്വേഷണം വേഗം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ വഴിയും നിശബ്ദതയിലേക്കാണ് നയിച്ചത്. ഒരു ഘട്ടത്തിൽ പോലീസ് സ്വയം ചോദിച്ചു, അവൻ നമ്മുടെ ഇടയിൽ തന്നെയാണോ? നമ്മൾ ദിവസവും കാണുന്ന ആരെങ്കിലുമാണോ? അത് ഒരു ഭീതികരമായ ചോദ്യമായിരുന്നു. കാരണം അവൻ ഒരിക്കലും സംശയം തോന്നിക്കുന്ന ഒരു മുഖമല്ല. അതേസമയം അവൻ എവിടെയോ നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയുമായിരുന്നു. വാർത്തകൾ, ചർച്ചകൾ, പോലീസിന്റെ സംശയങ്ങൾ. അവൻ പത്രം മടക്കി ചിരിച്ചു. കാരണം ഇതുവരെ അവന്റെ പേര് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഓരോ സീരിയൽ കൊലയാളിയെയും പിടിക്കുന്നത് ഒരു വലിയ തെറ്റുകൊണ്ടല്ല, ഒരു ചെറിയ തെറ്റുകൊണ്ടാണ്. അവന്റെ തെറ്റ് ഇനിയും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് അടുത്തു തന്നെയാണ്. പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ഇനി അവനെ കണ്ടെത്താതെ ഈ അന്വേഷണം അവസാനിക്കില്ല. എല്ലാ സീരിയൽ കൊലയാളിക്കും ഒരു വിശ്വാസമുണ്ട്, ഞാൻ വളരെ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്ക് തെറ്റ് സംഭവിക്കില്ല. അവനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയത്. ആ ദിവസം മറ്റു ദിവസങ്ങളെപ്പോലെ തന്നെ തുടങ്ങിയതായിരുന്നു. ഒരു പുതിയ സ്ത്രീ,
ഒരു പുതിയ പരിചയം, ഒരു പുതിയ പ്രതീക്ഷ. പോലീസിന് അത് അറിയില്ലായിരുന്നു. പക്ഷേ ഇതുവരെ നടന്ന എല്ലാ മരണങ്ങളുടെയും അവസാനത്തിൽ ഈ ദിവസം വരേണ്ടതായിരുന്നു. അവളും മറ്റുള്ളവരെ പോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിതത്തിൽ പല നഷ്ടങ്ങൾ കണ്ടവൾ. അവന് അവളെ വിശ്വസിപ്പിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാരണം അവനിത് പലതവണ ചെയ്തിട്ടുള്ളവനാണ്. യാത്ര, ക്ഷേത്രം, പ്രാർത്ഥന എല്ലാം മുൻപേ കണ്ട സിനിമ പോലെ. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസം. അവൾ ഗുളിക കയ്യിൽ വാങ്ങിയപ്പോൾ ഒരു നിമിഷം നിന്നു. ഇത് എന്താ എന്നവൾ ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചു. പ്രസാദമാണ്, മരുന്ന് പോലെയാണ്. അവൾ ഗുളിക കഴിച്ചു. പക്ഷേ ഈ പ്രാവശ്യം അവൻ അവിടെ നിന്ന് ഉടൻ മാറിയില്ല. കാരണം അവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണില്ല. സമയം കൂടുതലെടുത്തു. അവൾ ശ്വാസം കിട്ടാതെ തടഞ്ഞപ്പോൾ ചുറ്റുമുള്ളവർ ശ്രദ്ധിച്ചു. ആദ്യമായി ആർക്കോ സംശയം തോന്നി. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇതുവരെ സുഖമായിരുന്നല്ലോ. ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അവൻ അവിടെ തന്നെ നിന്നു. അത് അവന്റെ ആദ്യ തെറ്റ്. ഒരാള് പോലീസിനെ വിളിച്ചു. ആംബുലൻസ്, ഡോക്ടർമാർ. ഈ മരണം മറ്റുള്ളവയെ പോലെ നിശബ്ദമായിരുന്നില്ല. ആശുപത്രിയിൽ ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത് സാധാരണ അസ്വസ്ഥതയല്ല. ശരീരം വളരെ വേഗത്തിൽ പ്രതികരിച്ചിരുന്നു. ഡോക്ടർ ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചു. പോയിസൺ. അതൊരു വാക്ക് മാത്രമാണ്. പക്ഷേ പോലീസിന് അതൊരു വഴിത്തിരിവായിരുന്നു. പോലീസ് ആദ്യമായി അവിടെ ഉണ്ടായിരുന്ന ആ പുരുഷനെ ശ്രദ്ധിച്ചു. അവൻ വളരെ ശാന്തനായിരുന്നു. അതേ ശാന്തത. മുൻപുള്ള കേസുകളിലും വിവരിച്ചിരുന്നത് അതേ ശാന്തത. പോലീസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവൻ പറഞ്ഞു, ഒരു പരിചിതൻ. അതായിരുന്നു അവന്റെ രണ്ടാമത്തെ തെറ്റ്. പോലീസ് അവനെ വിടാതെ പിന്തുടർന്ന് ചോദിച്ചു, പേര്, വിലാസം, തൊഴിൽ. അവൻ ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷേ ആ ഉത്തരങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പോലീസ് അവന്റെ പേര് കുറിച്ചെടുത്തു. ആ പേര് പിന്നീട് അന്വേഷണത്തിന്റെ കേന്ദ്രമായി. അന്ന് രാത്രി ഒരു പോലീസ് ഓഫീസർ പഴയ ഫയലുകൾ വീണ്ടും തുറന്നു പരിശോധിച്ചു. അവിടെ ഒരു വാചകം. അവസാനമായി കണ്ടത് ഒരു പുരുഷനോടൊപ്പം. പേരില്ല. പക്ഷേ ഇപ്പോൾ ഒരു പേരുണ്ട്. അത് ഒരു ചെറിയ തെറ്റായിരുന്നു. ഒരു നിമിഷം കൂടുതൽ അവിടെ നിന്നത്. ആ ചോദ്യം അവഗണിക്കാതിരുന്നത്. പക്ഷേ അത് അവന്റെ വീഴ്ചയുടെ ആരംഭമായിരുന്നു. പോലീസിനിപ്പോൾ ഒരു ദിശയുണ്ട്, ഒരു പേര്, ഒരു മുഖം. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മാറ്റമുണ്ടായി. ഇതുവരെ ഈ കേസിൽ മരണങ്ങൾ മാത്രമായിരുന്നു, ഇരകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായി ഒരു പേര് വന്നിരിക്കുന്നു, മോഹൻ. അതൊരു വലിയ പേരൊന്നുമല്ല, ആർക്കും ശ്രദ്ധ പിടിക്കുന്ന പേരുമല്ല. അതുകൊണ്ട് തന്നെ ആദ്യ നോട്ടത്തിൽ അധികമാരും ഗൗരവമായി എടുത്തില്ല. പോലീസ് ആ പേരിലേക്ക് ഒന്നുകൂടി നോക്കി. അവിടെ അസാധാരണമായതൊന്നുമില്ല. സാധാരണ ജീവിതം, സാധാരണ വീട്, സാധാരണ മനുഷ്യൻ. ഒരിക്കൽ അധ്യാപകനായിരുന്നു. ആളുകൾ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ശാന്തനാണ്, വളരെ വിനയമുള്ളവനാണ്. പോലീസ് പരസ്പരം നോക്കി. കാരണം അവരെ പേടിപ്പിക്കുന്നതും അതായിരുന്നു. ഇവൻ അവരെ പോലെ തന്നെയായിരുന്നു. പോലീസ് അവൻ്റെ വിലാസം തേടിപ്പോയി. ചെറിയൊരു വീട്, ശാന്തമായ പ്രദേശം. അയൽവാസികൾക്ക് അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും പുസ്തകം വായിക്കുന്ന, ആരോടും വഴക്കുകൂടാത്ത ഒരാൾ. പോലീസിന് സംശയം കൂടി. കാരണം സീരിയൽ കൊലയാളികൾ പലപ്പോഴും ഇങ്ങനെയായിരിക്കും, ഒരിക്കലും സംശയം തോന്നിക്കാത്തവർ. അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അറസ്റ്റല്ല, കസ്റ്റഡിയുമല്ല, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് മാത്രം. അവൻ വന്നു. ഭയമില്ല, ആവേശമില്ല. വളരെ ശാന്തമായി കസേരയിലിരുന്നു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി മാത്രം. പോലീസ് അവനോട് പതുക്കെ ചോദിച്ചു, നിങ്ങൾ ഈ സ്ത്രീയെ എവിടെ വെച്ച് കണ്ടു? ക്ഷേത്രത്തിലേക്ക് പോകാൻ ആരാണ് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, വളരെ വ്യക്തമായി, വളരെ ശാന്തമായി. എന്നാൽ പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ ഒരിക്കലും കുഴങ്ങുന്നില്ല, ഒരിക്കലും ഭയക്കുന്നില്ല. ഒരു ഓഫീസർ പഴയൊരു കേസ് ഫയൽ മേശപ്പുറത്ത് വെച്ചു. ഇതും നിങ്ങൾക്ക് പരിചയമുള്ള കേസല്ലേ? അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പതറി. വളരെ ചെറുതായി, എന്നാൽ അത് പോലീസിന് ധാരാളമായിരുന്നു.
അന്ന് പോലീസ് ഒരു വാക്കുപയോഗിച്ചു: പോസിബിൾ സസ്പെക്ട്. ഇതുവരെയും ഉച്ചത്തിൽ പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക്. അവൻ സ്റ്റേഷനിൽ നിന്നും പുറത്തു പോയപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു: ഇവനെയാണ് എനിക്ക് ഏറ്റവും ഭയം തോന്നുന്നത്. കാരണം ഇവൻ നമ്മളെപ്പോലെ തന്നെയാണ്. അന്ന് രാത്രി പോലീസ് ഒരു തീരുമാനമെടുത്തു: ഇനി ഈ കേസ് പിറകോട്ടില്ല. ഇനി ഓരോ വിവരവും ഈ ഒരാളെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഒരു പേരിൽ നിന്നും ഒരു മുഖത്തിലേക്ക്, ഒരു സംശയത്തിൽ നിന്നും ഒരു സത്യത്തിലേക്ക്. ആ പേരാണ് മോഹൻകുമാർ. പോലീസ് അവനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ചെറിയൊരു മുറി, ഒരു മേശ, 3 കസേര. മോഹൻകുമാർ അവിടെയിരുന്നു. ആദ്യം ആരും ഒന്നും ചോദിച്ചില്ല. നിശബ്ദത. പലർക്കും ആ നിശബ്ദത ഭയമാകും. പക്ഷേ അവൻ വളരെ ശാന്തനായിരുന്നു. കസേരയിൽ നേരെയിരുന്നു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. ഒരു പോലീസ് ഓഫീസർ പതുക്കെ ചോദിച്ചു: നിങ്ങൾ ഭയക്കുന്നില്ലേ? അവൻ പറഞ്ഞു: എന്തിന്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചോദ്യങ്ങൾ പതുക്കെ തുടങ്ങി. നിങ്ങൾ ആ സ്ത്രീയെ എവിടെ വെച്ച് കണ്ടു? എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോയത്? അവൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അവന് എല്ലാത്തിനും ഉത്തരമുണ്ടായിരുന്നു. നേരത്തെ തയ്യാറാക്കിയ ഉത്തരങ്ങൾ. ഒരിടത്തും കുഴപ്പം തോന്നിയില്ല. എന്നാൽ പോലീസ് വാക്കുകളേക്കാൾ അവൻ്റെ മുഖമാണ് ശ്രദ്ധിച്ചത്. കണ്ണുകൾ, കൈകൾ, അവൻ്റെ ഓരോ ചലനങ്ങളും. ഒരു ഓഫീസർ പഴയൊരു ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. ഒരു സ്ത്രീയുടെ ചിത്രം. അവൻ്റെ മുഖം ഒരു നിമിഷം മാറി. വളരെ ചെറുതായി. പക്ഷേ പോലീസിന് അത് ധാരാളമായിരുന്നു. നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു: ഇല്ല. പക്ഷേ ആ വാക്കുകളിൽ ആദ്യമായി ഒരു വിറയലുണ്ടായിരുന്നു. ഇനി ഫോട്ടോകൾ ഒന്നിനു പുറകെ ഒന്നായി. വ്യത്യസ്ത സ്ത്രീകൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, പക്ഷേ മരണം ഒരേപോലെ. മുറിയിലെ വായു കനം പിടിച്ചു. അവൻ മുൻപത്തെ പോലെ ശാന്തനല്ല. അവൻ ആകെ വിയർക്കാൻ തുടങ്ങി. ഒരു പോലീസ് ഓഫീസർ പതുക്കെ പറഞ്ഞു: ഇത്രയധികം സ്ത്രീകൾ ഒരേപോലെ എങ്ങനെ മരിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞില്ല. തല താഴ്ത്തി. ആദ്യമായി അവൻ്റെ മൂടുപടം ഒളിഞ്ഞു വീഴാൻ തുടങ്ങി. അവസാനം ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞു: നമുക്ക് എല്ലാം കുറച്ചും കൂടി വിശദമായി അറിയാം. ഇനി സത്യം നിങ്ങൾ പറയണം. അത് അവനെ കുരുക്കിയ ചോദ്യമായിരുന്നു. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു. കുറച്ചു സമയം നിശബ്ദം. പിന്നീട് അവൻ പതുക്കെ പറഞ്ഞു: ഞാൻ പറയാം. അതൊരു വലിയ തകർച്ചയായിരുന്നു. വർഷങ്ങളായി അവൻ ഒളിപ്പിച്ച സത്യം പുറത്തു വരാൻ തുടങ്ങുന്ന നിമിഷം. പക്ഷേ അവൻ എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞില്ല. ഒന്നൊന്നായി അവൻ പറയാൻ തുടങ്ങി. ഞാൻ പറയാമെന്ന് അവൻ പറഞ്ഞതോടെ പോലീസ് പിന്നെ ഇടപെട്ടില്ല. കാരണം ഇനി പറയാനുള്ളത് വളരെ വലിയൊരു സത്യമായിരുന്നു. പോലീസ് പതുക്കെ ചോദിച്ചു: ഇത്രയും സ്ത്രീകൾ പെട്ടെന്ന് എങ്ങനെ മരിച്ചു? അവൻ കണ്ണു താഴ്ത്തി. കുറച്ചു സമയം നിശബ്ദനായി. അവസാനം പതുക്കെ പറഞ്ഞു: ഒരു ചെറിയ ഗുളിക. ഗുളിക? ആ വാക്ക് കേട്ടപ്പോൾ പോലീസിന് ആദ്യം വിശ്വസിക്കാനായില്ല. അവൻ തുടർന്നു: അത് മരുന്ന് പോലെ തോന്നും, പക്ഷേ അത് മരുന്നല്ല. അവൻ ആ വാക്ക് വ്യക്തമായി പറഞ്ഞു: സയനൈഡ്. മുറിയിൽ നിശബ്ദത. പോലീസുകാരുടെ മുഖത്ത് അതിശയവും ഭയവും. കാരണം സയനൈഡ് സാധാരണ വിഷമല്ല. വളരെ വേഗത്തിൽ ശരീരം തകരുന്ന ഒരു വിഷം. പോലീസ് ചോദിച്ചു: ഇത്ര അപകടകരമായ വിഷം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അവൻ വളരെ സാധാരണമായി പറഞ്ഞു: ശരിയായ ആളെ കണ്ടാൽ വാങ്ങാൻ കഴിയും. അവൻ ഒരിക്കൽ അധ്യാപകനായിരുന്നു. ശാസ്ത്രം അവന് നന്നായി അറിയാം. വിഷത്തിൻ്റെ പ്രഭാവം എത്ര വേഗമാണെന്ന് അവനറിയാമായിരുന്നു. അവൻ പറഞ്ഞു: വളരെ ചെറിയ അളവ് മതി. വേദന അറിയാൻ സമയം പോലും കിട്ടില്ല. പോലീസ് അത് കേട്ട് ഞെട്ടി. കാരണം ഇതൊരു പെട്ടെന്നുള്ള കുറ്റകൃത്യമല്ല. ഇത് പൂർണ്ണമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്. പോലീസ് വീണ്ടും ചോദിച്ചു: നീ ഇത് എങ്ങനെ കൊടുത്തു? അവൻ പറഞ്ഞു: പ്രസാദമെന്ന് പറഞ്ഞു, മരുന്ന് എന്ന് പറഞ്ഞു. ആരും സംശയിച്ചില്ല. അവൻ തുടർന്നു: ക്ഷേത്രമാണ്, വിശ്വാസമാണ്. അവിടെ ആരും ചോദ്യം ചെയ്യില്ല.
അപ്പോൾ പോലീസിന് എല്ലാം കണക്റ്റഡായി. ക്ഷേത്രം, യാത്ര, തലവേദന, പെട്ടെന്നുള്ള മരണം. പോലീസ് അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഇത് ഒറ്റത്തവണ മാത്രമാണോ? അവൻ നിഷേധാർത്ഥത്തിൽ പതുക്കെ തലകുലുക്കി. അല്ല. ആ ഒരു വാക്ക് പറഞ്ഞത് ഒരുപാട് മരണങ്ങളെക്കുറിച്ചാണ്. അവൻ ഇനി ഒന്നൊന്നായി പറയും. ആരെയൊക്കെ, എവിടെയൊക്കെ, എത്ര പ്രാവശ്യം. പോലീസിന് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇതൊരു കേസ് മാത്രമല്ല, ഇത് ഒരു കൊലപാതക പരമ്പരയാണ്. അതിൻ്റെ കേന്ദ്രത്തിൽ ഒരാൾ, മോഹൻകുമാർ. പോലീസ് പതുക്കെ പറഞ്ഞു. ഒന്നൊന്നായി പറയൂ, ആദ്യത്തേത് മുതൽ. ശബ്ദമുയർത്തിയില്ല, ഭീഷണിയില്ല, സമയമെടുത്തു. കാരണം ഇനി കേൾക്കേണ്ടത് വളരെ ഭാരമുള്ള കാര്യങ്ങളാണ്. അവൻ ആദ്യ കഥ പറഞ്ഞു. എവിടെ വെച്ച് കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു, എന്തു പറഞ്ഞ് വിശ്വാസം നേടി. അവൻ്റെ ശബ്ദം വളരെ സാധാരണമായിരുന്നു. അതിൽ വേദനയില്ല, പശ്ചാത്താപമില്ല. പിന്നെ അടുത്ത കഥ. വേറെ ഒരു സ്ത്രീ, വേറെ ഒരു സ്ഥലം, പക്ഷേ രീതി ഒന്നു തന്നെ. വിവാഹ വാഗ്ദാനം, യാത്രകൾ, ക്ഷേത്രം, പ്രസാദം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗുളിക. പോലീസ് എഴുതിക്കൊണ്ടിരുന്നു. പേര്, തീയതി, സ്ഥലം. മേശപ്പുറത്ത് ഫയലുകൾ കൂമ്പാരമായി. പഴയ അസ്വാഭാവിക മരണം എന്ന ഫയലുകൾ. ഇപ്പോൾ അവയ്ക്ക് പേര് കിട്ടുന്നു, കഥ കിട്ടുന്നു. അവൻ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി. അവന് എല്ലാം നന്നായി ഓർമ്മയുണ്ട്. കാരണം ഇത് അവന് ഒരു കുറ്റമായിരുന്നില്ല, അത് അവൻ്റെ പദ്ധതിയായിരുന്നു. ഒരു പോലീസ് ഓഫീസർ പതുക്കെ ചോദിച്ചു, എന്തിനാണിത് വീണ്ടും വീണ്ടും ചെയ്തത്? അവൻ കുറച്ചു സമയം നിശബ്ദനായി. പിന്നീട് സാധാരണയായി പറഞ്ഞു, എളുപ്പമായിരുന്നു. ആ മറുപടി മുറിയിലെ വായുവിനെ കൂടുതൽ ഭാരമുള്ളതാക്കി. കാരണം അവന് ഇത് ഒരു ജോലി പോലെ തോന്നിയിരുന്നു. പോലീസ് വീണ്ടും ചോദിച്ചു, എത്ര പ്രാവശ്യം? അവൻ തലകുലുക്കി. കുറേ. ഓരോ കുറേ എന്ന വാക്കിനും പിന്നിൽ ഒരു സ്ത്രീയുടെ ജീവിതം, ഒരു കുടുംബം, ഇനിയും അവസാനിക്കാത്ത വേദന. പോലീസ് അവൻ പറഞ്ഞ വിവരങ്ങൾ പഴയ കേസുകളുമായി കണക്ട് ചെയ്തു. അവിടെ പേരില്ലാതെ കിടന്ന മരണങ്ങൾ. ഇപ്പോൾ അവയ്ക്ക് ഒരു പേര് കിട്ടി, ഒരു മുഖം കിട്ടി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി മോഹനെ റിമാൻഡ് ചെയ്തു. പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങി. അവനെ ആദ്യമായി കോടതിയിൽ ഹാജരാക്കിയ ദിവസം ചുറ്റും ക്യാമറകൾ, വാർത്തകൾ, ജനക്കൂട്ടം. എല്ലാവരും ഒരേ ചോദ്യം, ഇതാണോ ആ മനുഷ്യൻ? കയ്യിൽ വിലങ്ങുകൾ, മുഖത്ത് വലിയ വികാരമില്ല, ശാന്തം. അതായിരുന്നു എല്ലാവരെയും ഏറ്റവും ഭയപ്പെടുത്തിയത്. കോടതി ആരംഭിച്ചു. പോലീസ് ഫയലുകൾ തുറന്നു. ഒന്നല്ല, രണ്ടല്ല, പല കൊലപാതകങ്ങളുടെ ഫയലുകൾ. പ്രോസിക്യൂഷൻ വാദം തുടങ്ങി. ഒന്നാം കേസ്, രണ്ടാം കേസ്. ഓരോ കേസിലും ഒരേ രീതി. വിവാഹ വാഗ്ദാനം, യാത്ര, ക്ഷേത്രം, ഗുളിക, മരണം. കോടതിയിൽ നിശബ്ദത. ഓരോ വാക്കും ഭാരമായി വീണു. ജഡ്ജി അവനോട് ചോദിച്ചു, നീ ഇതെല്ലാം ചെയ്തതാണോ? അവൻ കുറച്ചു സമയം നിശബ്ദനായി. പിന്നീട് പതുക്കെ പറഞ്ഞു, അതെ. ആ ഒരു വാക്ക് കോടതിയിൽ ഒരുപാട് വേദനയുണ്ടാക്കി. കാരണം ആ അതെ എന്ന വാക്കിന് ഒരുപാട് ജീവനുകളുടെ വിലയുണ്ടായിരുന്നു. അവൻ്റെ കുറ്റസമ്മതം ഒന്നിനു ശേഷം ഒന്നായി വായിച്ചു. ഓരോ കുറ്റസമ്മതവും കൂടുതൽ ഭാരം കൂട്ടി. കോടതി അവൻ്റെ പശ്ചാത്തലവും പരിശോധിച്ചു. ഒരിക്കൽ അധ്യാപകനായിരുന്നു, നല്ല വിദ്യാഭ്യാസം, സാധാരണ ജീവിതം. പിന്നീട് എങ്ങനെ ഇങ്ങനെയായി? കോടതിക്ക് ഇത് വളരെ ഗൗരവമുള്ള കേസായിരുന്നു. കാരണം ഇതൊരു കൊലപാതകം മാത്രമല്ല, ഇത് ഒരു കൊലപാതക പരമ്പരയാണ്. വിധി പറയുന്ന ദിവസം കോടതിയിൽ വീണ്ടും നിശബ്ദത. ജഡ്ജി പറഞ്ഞു, ഇത് സമൂഹത്തെ വിറപ്പിച്ച കുറ്റകൃത്യമാണ്. ഇത്തരം കുറ്റങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല. കോടതി മോഹനനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ജനക്കൂട്ടം നോക്കി നിന്നു. ചിലരുടെ കണ്ണുകളിൽ കോപം, ചിലരുടെ കണ്ണിൽ വിശ്വാസം തകർന്നുപോയ വേദന. പിന്നീട് മേൽക്കോടതിയുടെ നിയമ നടപടികളിലൂടെ മോഹനന്റെ ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. ആരായിരുന്നു സൈനൈഡ് മോഹൻ?
യഥാർത്ഥ നാമം മോഹൻകുമാർ. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച, ഒരു കാലത്ത് അധ്യാപകനായി ജോലി ചെയ്ത ഒരാൾ. വിദ്യാഭ്യാസമുള്ളവൻ, സംസാരത്തിൽ സൗമ്യൻ, പുറമേ നോക്കിയാൽ വിശ്വസിക്കാവുന്ന മനുഷ്യൻ. പക്ഷേ അവൻ്റെ യഥാർത്ഥ മുഖം വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് ലോകം തിരിച്ചറിഞ്ഞത്. അവൻ ഒരു കൊലയാളിയായി ജനിച്ചതല്ല, പക്ഷേ അവൻ്റെ അത്യാഗ്രഹവും സമൂഹം അവനോട് കാണിച്ച അവഗണനയും അവനെ പതിയെ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റി. കോടതി അവന് മരണശിക്ഷയും പിന്നീട് ജീവപര്യന്തം തടവും ഉൾപ്പെടെയുള്ള വിധികൾ നൽകി. എങ്കിലും ശിക്ഷ കൊണ്ട് അവൻ ചെയ്തതെല്ലാം മാഞ്ഞു പോയില്ല. കാരണം അവൻ കൊന്നത് മനുഷ്യജീവിതങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ വിശ്വാസത്തെയും പ്രതീക്ഷയുമാണ്. സയനൈഡ് മോഹനൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.